ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊച്ചിയിലെ കൊച്ചിൻ പാലസിലേക്ക് പോവുകയാണ്. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫ്രണ്ട്സ് പോകുന്നുണ്ടായിരുന്നത് കൊച്ചിൻ പാലസിലേക്ക്. അപ്പോൾ കൊച്ചിയിൽ നമ്മൾ മെട്രോ വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ട് ഓരോന്ന് കണ്ടു. പിന്നെ ഞങ്ങളിലിപ്പോൾ കുറേ അവർ കൊച്ചിയൊക്കെ കാണാത്തതൊന്നും അല്ല, ഞങ്ങൾ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഓരോ കൊച്ചിൻ പാലസിലേക്ക് വണ്ടിയൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ് ഓരോ സ്ഥലങ്ങൾക്ക്. നല്ല വെയിലുണ്ടായിരുന്നു. പാലക്കാട് പോലെ തന്നെ ചുട്ടു പൊള്ളുകയായിരുന്നു ഫ്രണ്ട്സ്. എന്നാലും ഇവിടെ ഇത്തിരി കുഴപ്പമില്ലാത്ത പോലെ തോന്നി. പിന്നെ നമ്മൾ വണ്ടിയിൽ AC ഇട്ടിട്ട് പോയതുകൊണ്ട് അങ്ങനെ അറിഞ്ഞൊന്നുമില്ല. പക്ഷേ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഫ്രണ്ട്സ് കഷ്ടപ്പാടുണ്ടായിരുന്നത് ചൂടിൻ്റെ. അപ്പോൾ നമ്മളിതാ കൊച്ചിൻ പാലസിലേക്ക് ഉള്ളിലേക്ക് കയറുകയാണ്. ആദ്യം തന്നെ പാർക്ക് കണ്ടപ്പോൾ അവിടേക്ക് പോകാൻ തോന്നി. ഈ വെയിലത്ത് പിന്നെ പാർക്കിലൊന്നും കയറിയില്ല നമ്മൾ. അപ്പോൾ വരുമ്പോൾ കയറാൻ വേണ്ടി പിന്നെ നമ്മൾ കയറിയില്ല. നല്ല വിയർത്തൊലിക്കുകയായിരുന്നു ആ ഉള്ളിൽ. ഫ്രണ്ട്സ്, ഞങ്ങൾ പാർക്കിലൊക്കെ കയറാൻ ഞങ്ങൾ ആഗ്രഹിച്ചു, പക്ഷെ കയറ്റിയില്ല വിജയ്, നല്ല വെയിലായതുകൊണ്ട്. പിന്നെ ഞങ്ങളും കയറിയില്ല ഫ്രണ്ട്സ്, പാർക്കിൽ നല്ല വെയിലായതുകൊണ്ട്. ഇപ്പം നമ്മളിത് ഉള്ളിലേക്ക് കയറി പോവുകയാണ്. ആദ്യം തന്നെ ഒരു അടിപൊളിയായിട്ട് മരം കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ഫ്ലവറൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുക, നല്ല രസമായിരുന്നു. കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് കയറി വന്നിട്ട് ഞങ്ങൾ കാറ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തിയതുകൊണ്ട് നമ്മൾക്ക് വേഗം പോകാൻ പറ്റി. പക്ഷേ വേറെ വഴി കൂടിയാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ ഇവിടെ ചെരുപ്പിട്ടിട്ട് പോകാൻ പറ്റില്ല ഫ്രണ്ട്സ് ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെരുപ്പ് അയച്ചിട്ട് തന്നെ പോകണം. പിന്നെ ചൂട് ആയതുകൊണ്ട് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാറ്റിൽ. ലോക്ക് റൂമിലാണ് നമ്മൾ ചെരുപ്പൊക്കെ അയച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ചിലവർ അതിൽ കൂടെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതിൽ കൂടെ നടന്നു വന്നു. അല്ലാണ്ട് ഈ ചൂടത്ത് നടക്കാൻ പറ്റില്ല ടൈൽസ് കൂടെ. അപ്പോൾ നമ്മൾ ചെരുപ്പ് ഊരാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഫാമിലി ആയതുകൊണ്ട് ഫുള്ളായിട്ട് ഒരു ഭാഗത്ത് വെച്ചു. പിന്നെ കൊണ്ടില്ല. അപ്പോൾ 2 ഇതായിട്ടാണ് പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ കൂടെ നമ്മൾ പിന്നെ തിരിച്ചു പോയത്. ചൂട് അറിയാണ്ടിരിക്കാനാണ് തോന്നുന്നത്. എന്തായാലും ചൂടൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. ഞാൻ ഉള്ളെത്തണ വരെ അതിൽ കൂടെ തന്നെ നടന്നു. അല്ലാണ്ട് കാലൊക്കെ വേദനിച്ചിട്ട് ആദ്യം കയറിയപ്പോൾ തന്നെ ഇങ്ങനെ ചൂടായിരുന്നു ഫ്രണ്ട്സ്. ഉള്ളിൽ എങ്ങനെയാണാവോ അറിയില്ല ഫ്രണ്ട്സ് ഞങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഉള്ളിൽ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് എല്ലാം കയറി പോവുകയാണ്. ഉള്ളിൽ അപ്പം അത്ര കുഴപ്പമൊന്നുമില്ല, എന്നാലും ചൂട്. ഞങ്ങൾ ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഫ്രണ്ട്സ് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ടെറസിലാണ് കയറിയിട്ടുണ്ടായിരുന്നു. ടെറസ് പറഞ്ഞാൽ ചെറിയ ബാൽക്കണി പോലെയൊക്കെ. അപ്പോൾ അവിടെ കയറി നമ്മൾ കുറച്ച് നേരം നിന്ന് അവിടെ നിൽക്കാനേ പറ്റിയില്ല. താഴെ നല്ല പൊള്ളുക ഫ്രണ്ട്സ്. നമ്മളുടെ വീട്ടിലത്തെ ടെറസിൻ്റെ അത്ര പോലെ നല്ല ചൂടായിരുന്നു. എന്താണ് അവിടെ നിന്ന് കുറച്ച് വ്യൂ ഒക്കെ കുറച്ചല്ല നല്ല വ്യൂ കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ്. നല്ല രസമായിരുന്നു ഫ്രണ്ട്സ്. ഞങ്ങൾ ഫുള്ളായി കണ്ടു ഫ്രണ്ട്സ്. നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. നല്ല വൈബും വ്യൂവും ഒക്കെ കിട്ടി ഫ്രണ്ട്സ് ഇവിടെ നിന്ന്. അപ്പോൾ ചന്തും ഉണ്ടായിരുന്നു എല്ലാവരുടെയും. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇത്തിരി കയറിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല വയ്യാണ്ടായി. ഇനി എന്തൊക്കെ കാണാനുണ്ട് ഫ്രണ്ട്സ് അറിയോ? അപ്പോൾ നിങ്ങളും കണ്ടിട്ടൊക്കെ ഉണ്ടാവില്ലേ ഫ്രണ്ട്സ് കൊച്ചിയിലത്തെ ആൾക്കാർ. അപ്പോൾ അതാ നമ്മളിങ്ങനെ എല്ലാവരും കറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് ഉള്ളിൽ കയറി. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് അവിടെ ഒരു ആൻറ്റി പറഞ്ഞു കുറച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ക്ലാസ് എടുക്കണ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഓരോ ടൈൽസ് മാർബിൾസൊക്കെ ഓരോ സമയത്ത് ഓരോ കാരണം കൊണ്ട് ഓരോ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. ഞങ്ങൾ ആരും പോകുമ്പോൾ എന്താണെന്നൊന്നും അറിഞ്ഞില്ല. പിന്നെ വരുമ്പോഴാണ് അത് അറിഞ്ഞപ്പോൾ അതിനെ ഇങ്ങനെ തൊട്ട് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ചെസ്സിൻ്റെ ഇതുപോലെയായിരുന്നു ടൈൽസൊക്കെ. പിന്നെ ഇവിടുത്തെ രാജാക്കന്മാരെയും റാണിമാരൊക്കെ ഇരുന്ന ചെയറൊക്കെ അവർ ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു, കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് രാജാവിൻ്റെ സിംഹാസനമൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ പോവുകയാണ്. അവിടുത്തെ ക്ലാസ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫ്രണ്ട്സ്, ഞങ്ങളത് കേൾക്കണത് കൊണ്ടും. അപ്പോൾ ഇവിടെ കുറച്ച് മാപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ ആയിരുന്നു, പക്ഷെ നമ്മൾ എടുത്തു. ഇവിടുത്തെ ഓരോന്നൊക്കെ വായിക്കുകയാണെങ്കിൽ കുറേ നേരവും ഫ്രണ്ട്സ്. പിന്നെ വൈകുന്നേരം ആയാലും കഴിയില്ല. അവർ അത്ര വിശദീകരിച്ചിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ അത്രയൊന്നും വായിച്ചില്ല. ഹെഡിങ്സ് മാത്രം വായിച്ചിട്ട് വേഗം വന്നു. അപ്പോൾ അത് തൊടാനൊന്നും പറ്റില്ല, പേപ്പറായതുകൊണ്ട് കീറിപ്പോവും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് വായിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മാർബിൾസൊക്കെ ചെസ്സിൻ്റെ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്. പിന്നെ ആ കാലത്ത് സിമെൻറ്റൊന്നും സിമെൻറ്റ് ഇല്ലാണ്ടാണ് ഈ ടൈൽസൊക്കെ ഒട്ടിച്ച് അറിയുമ്പോൾ ഞങ്ങൾ ടൈൽസേ നോക്കി നടക്കുകയായിരുന്നു. സിമെൻറ്റ് ഇല്ലാണ്ട് ടൈൽസ് ഒട്ടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ടൈൽസ് ഇപ്പോൾ ഒട്ടിക്കുന്ന ഒരു സാധനം വന്നില്ല പറഞ്ഞിട്ട് ഇവരെന്തോ പേര് പറഞ്ഞു, അതുകൊണ്ടൊക്കെയാണ് ഒട്ടിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ പേര് ഓർമ്മയില്ല. പിന്നെ ആദ്യം നമ്മൾ കൊച്ചിയിൽ വന്നപ്പോൾ തന്നെ നമ്മൾ കൊച്ചിയിൽ കൊച്ചിൻ പാലസിൽ തന്നെയാണ് ആദ്യം കയറിയത്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി മറൈൻ ഡ്രൈവിലൊക്കെ പോവാൻ.
എനിക്കിത് ആദ്യം കണ്ടപ്പോൾ ഒന്നും അറിഞ്ഞൊന്നുമില്ല. അമ്മയാണ് വായിച്ചിട്ട് പറഞ്ഞൊക്കെ തന്നു ഇതിൻ്റെ ഫോട്ടോകളൊക്കെ. പക്ഷെ ഞാനെല്ലാം നോക്കി. അവൻ്റെ ചെയറും കിരീടവും എല്ലാം കണ്ടു. വടി തണ്ടക്കൊക്കെ കണ്ടു. നല്ല ചന്തൊക്കെ ഉണ്ട്. എനിക്ക് വാച്ചിക്ക് മാത്രമല്ല എനിക്കും ചാച്ചതൊന്നും അങ്ങനെയൊന്നും മനസ്സിലായില്ല. അപ്പോൾ പേരൊക്കെ വായിക്കാൻ ഇത്തിരി കഷ്ടപ്പാടായിരുന്നു പേരൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ നോക്കി വായിച്ച് ചിലതൊന്നും വായിച്ചില്ല. മടുത്തു ഫ്രണ്ട്സ് ഇതൊക്കെ വായിച്ച് കണ്ടിട്ട്. പണ്ടത്തെ പേപ്പർ തന്നെയാണോ ഇപ്പോൾ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചതാണോ എന്നും അറിയില്ല ആ പേപ്പർ കണ്ടിട്ട്. അപ്പോൾ നമ്മളെന്നാലും പഴയ സാധനങ്ങളൊക്കെ പോലെ തോന്നി. പിന്നെ ഇത് വന്നിട്ട് രാജാവ് പൂജ ചെയ്ത സലൂണ് വന്നിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു പകുതിക്ക്. അതുവരെ പൂജ ചെയ്തു പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ പൂജാമുറിയാണെന്ന് മാത്രം എഴുതിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വിശദീകരിച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. രാജാവിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് നമ്മൾ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വ്യൂസും നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ചില ഭാഗമൊക്കെ കെട്ടിയിട്ടിരിക്കുകയല്ല, മാറ്റിയിരിക്കുകയല്ല. അത് നമുക്ക് ഓരോ ഭാഗമായിട്ട് കാണാൻ പറ്റുമ്പോഴാണ്. ഇവിടെ ഓരോ വാളും പിന്നെ പിടിച്ച് നടക്കണ ഓരോ ദണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്താണെന്ന് ശരിക്കും മനസ്സിലായൊന്നുമില്ല. അപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് പറഞ്ഞു തരാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി തരും അവർ. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ പരമാവധിയും പറ്റണ പോലെ വായിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അത്രയും മനസ്സിലായി. അപ്പോൾ നമ്മൾ മേലെയൊക്കെ കണ്ടു വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് പോവണം. ഇനി അത് ഭാഗത്ത് കൂടെ പോകേണ്ടതെന്നൊന്നും അത്ര മനസ്സിലായില്ല. എന്ന് വെച്ചാൽ താഴെ പോയി മേലെ പോയി കൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച വഴി കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നും തോന്നിയിട്ടാ ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇനിയും കാണാത്ത സ്ഥലം കണ്ട്. ഇത് ഈ സാധനങ്ങളൊക്കെ ആനൻ്റെ കൊമ്പും കൊണ്ടാണ് ഫ്രണ്ട്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ അതിശയിച്ചു. ആനൻ്റെ കൊമ്പും കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയല്ലോ ശില്പങ്ങൾ വന്നിട്ട്. ചിലതൊക്കെ കണ്ണിൽ പോലും കാണാത്തതായിരുന്നു. പിന്നെ ഇങ്ങനെ രാജ്ഞീനെ കൊണ്ടുപോകണം അതൊക്കെ ഉണ്ടായിരുന്നു.
നമ്മളിനി താഴെ വന്നു ഫ്രണ്ട്സ്. ചെരുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉള്ളിലത്തൊക്കെ കറങ്ങി. ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സിനിമ ഷൂട്ട് ചെയ്ത് സ്ഥലത്തേക്കാണ് പോണേ. പിന്നെ ഞാൻ അവിടെ നിന്ന് വീണു. പെട്ടെന്ന് എനിക്ക് എന്താണെന്നറിയില്ല, വെയിൽ കാരണം തോന്നുന്നു തല കറങ്ങിയപ്പോൾ ഊഞ്ഞാലിലൊന്ന് ഇരുന്നാണ് റെസ്റ്റിന് വേണ്ടി. പക്ഷെ ഞാൻ അവിടെ നിന്ന് വീണു ഫ്രണ്ട്സ്. വീണ് പറഞ്ഞാൽ അങ്ങനെയൊന്നും വീണില്ല, വീണിട്ട് എൻ്റെ കൈ പൊട്ടിയ പോലെ ആയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം കഴിച്ചു എല്ലാവരും റെസ്റ്റിന് വേണ്ടി റിലാക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വെള്ളം കുറിച്ച് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഇത്രയും ദൂരം കൂടെ നടന്നു പറഞ്ഞാൽ നമ്മൾ കാർ പാർക്കിങ്ങിലെത്തി. പിന്നെ ഒരുപാട് ചുറ്റമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ മരങ്ങളുള്ളതുകൊണ്ട് തണലും കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോയി. പക്ഷെ എന്താ നടക്കണതാണ് ഇവിടെ പാട്. കാലൊക്കെ വേദനിച്ചിട്ട് ഞങ്ങൾക്ക് നടക്കാനേ വയ്യായിരുന്നു. അങ്ങനെ നമ്മൾ കൊച്ചിൻ ബാലൻസ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ബൈ.